ഷേർലിക്ക് ഏത് ടെൻഷനിലും ഉറങ്ങാൻ പറ്റും. നല്ല ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും. ഞാനും വിശ്വാസിയൊക്കെ തന്നെയാണ്. പക്ഷെ എല്ലാ പ്രശ്നവും ദൈവത്തിന് കൊടുത്തിട്ട് ഉറങ്ങാനും മാത്രം അങ്ങോട്ട് വിശ്വാസം പോരാ. സത്യത്തിൽ ചാച്ചൻ പറയുന്നതാ ശരി. യു ഷുഡ് നോട്ട് വറി അബൌട്ട് തിങ്സ് ബിയോണ്ട് യുവർ കൺട്രോൾ. പക്ഷെ കടം കയറി കടപൂട്ടാറായിരിക്കുമ്പോൾ എങ്ങനെ വരാൻ ഉറക്കം? ഹലോ ചാച്ചാ. മോളെ, നമ്മുടെ KC ജോസഫ് സാറ് പോയി. അയ്യോ, എന്നാ പറ്റിയായിരുന്നു? ഞാൻ പത്രത്തിൽ കേട്ടറിഞ്ഞു. ഇനി പോയി തിരക്കാലേ അറിയത്തുള്ളൂ. അത് ദൂരം ഉണ്ടല്ലോ കുറെ. ഒത്തിരി ആൾക്കാരൊക്കെ വരുമായിരിക്കത്തില്ലേ? പ്രായമുള്ളവർക്ക് റിസ്ക് കൂടുതലാ ചാച്ചാ. അത് വേണോ? ഓ, ഇവിടെ അങ്ങനെ കേസൊന്നുമില്ല. നമ്മുടെ ഫാമിൻ്റെ ലോണിന് ജോസഫ് സാർ അല്ലായിരുന്നോ ഷുവർട്ടി? ജേക്കബ് ഊട്ടിയെ ഒന്ന് കണ്ട് പറയണം. ഇല്ലേ വല്ല നോട്ടീസോ മറ്റോ വന്നാൽ അവർ പേടിക്കും. ഒന്ന് കണ്ടിട്ട് കാര്യവും പറഞ്ഞേച്ച് പോരാ. നിങ്ങൾ പോരുന്നത് എന്തായി? റോയ് എന്തിയെ? റോയിച്ചായൻ ഉറങ്ങുവാ. കുറേ പണിയുണ്ടേ തീർക്കാൻ. പിന്നെ പാക്കിങ്ങും ഉണ്ട് കുറേ. പിന്നെ ഓഫീസിലും 2-3 കാര്യങ്ങൾ തീർക്കാനുണ്ട്. ഒരു 17-നൊക്കെ പോരാൻ പറ്റുമായിരിക്കും. 17 എന്ന് പറഞ്ഞാൽ ഇവിടെ 19. വെളുപ്പിന് ഇറങ്ങുമായിരിക്കും അല്ലേ? ആ, ഇപ്പോഴായതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും കാണുകയില്ലായിരിക്കും. ഇപ്പോഴത്തെ ഒരു പരിവായതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ചാച്ചാ. ദൈവീതം പോലെ നടക്കും. സുന്ദര, എന്തിനാ അയാളെ ഉപദ്രവിക്കുന്നത്? സാറ് മെയിനാണ് വരാൻ പറഞ്ഞത്. ഞാനവിടുത്തെ നോയമ്പൊക്കെ അല്ലേ? നോയമ്പ് മുറിക്കുക എന്താ? പാർശ്വവാദിയൊക്കെ അല്ലേ? പിന്നെ പിള്ളേരും വരുന്നുണ്ട്. സുന്ദര, സുന്ദര, നീ ഇവിടെ നിൽക്കുവാണോ? ഞാൻ ഇവിടെ ഉള്ള നോക്കി. ഷീജ വിളിക്കുന്ന കേട്ടില്ലേ? ചെല്ലേ. ഷേർലിയൊക്കെ 19 വരും. ആ വരുന്നമ്മേ. അപ്പൊ സോഫിയോ? അവളും വരും. ആ, അപ്പൊ വീട്ടിലൊരു അനക്കം വെക്കും. അയല പ്രശ്നമാണ്. കിളിയാ കുറച്ചുകൂടെ പ്രശ്നം. കിളിയിലായിരിക്കും. താങ്ക് യു. കിട്ടിയോ? ഷാജി പറയുമായിരുന്നേ കയ്യിലുള്ള പേപ്പറൊക്കെ കൊണ്ടുപോകണം. ഇറ്റ്സ് എ ബിഗ് ബഞ്ച്. അത് മൊത്തം അരിച്ചു കൊടുക്കേണ്ടി വരും. സിറ്റ് നോ. ഈ അന്തേരിയിലെ നമ്മുടെ ഫ്ലാറ്റിന്റെ പേപ്പേഴ്സ് നമ്മുടെ കയ്യിലാണോ? ദാറ്റ്സ് വിത്ത് ഷൈനി. അവളല്ലേ റെന്റ് കളക്ഷൻ ഒക്കെ. ഷൈനിയോട് നമ്മൾ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു. പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവളോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ടാണ്. മെലീസയല്ലേ ഇപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങളുടെ ഡിവോഴ്സിന് കാരണം ഞാനാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം എന്നോട് കുറേ വെള്ളം ഉണ്ടാക്കി. വല്ല സെയിലും നടക്കുന്നവരെ വി ഡോണ്ട് റിയലി നീഡ് എനി ഓഫ് ദോസ് പേപ്പേഴ്സ്. ഉള്ള തന്നെ പപ്പട വരില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ 9 മണി ആരായിരുന്നു? ഞാൻ മോളെ വിളിക്കാന്ന് പറഞ്ഞായിരുന്നു. കണ്ണു തുറന്നപ്പോൾ ചുറ്റും ആൾക്കാർ. ആകെ നാണക്കേടായി. ഞാൻ പിന്നെ കണ്ണം കടച്ചു. ഇന്നലെ ഏഞ്ചലെ വീട്ടിൽ പോയി. അവളുടെ ഡാഡി വന്നെന്ന്. മെറിൻ ഇവിടെ ഉണ്ട്. മെറിന്റെ പാരന്റ്സിന് വരാൻ പറ്റില്ല. ഇപ്പൊ ഫ്ലൈറ്റ് നിർത്തിയിക്കല്ലേ. നീ ഇതൊക്കെ എങ്ങനെയാ അറിയുന്നേ? ന്യൂസിലുണ്ടല്ലോ. വൈകിട്ട് റിക്രിയേഷൻ റൂമിൽ നമ്മള് TV കണ്ടു. നിങ്ങൾ എന്നാ വരുന്നേ? ട്യൂസ്ഡേ ഇറങ്ങാൻ പറ്റുമായിരിക്കും. ട്യൂസ്ഡേ എവിടെ നിന്ന് ഇറങ്ങാമെങ്കിൽ ഇവിടെ എപ്പോൾ എത്തും? ചാച്ചൻ്റെ അടുത്ത് തേഴ്സ്ഡേ എത്താൻ പറ്റിയ ഫ്രൈഡേ.
നീ രാവിലെ എന്താ കഴിച്ചതെന്ന് പറ. ദോശ, സാമ്പാർ, കടലച്ച ചമ്മന്തി, പിന്നെ അൽഫോൺസ് സിസ്റ്ററിന്റെ ഫിഷ് പിക്കിളും കഴിച്ചു. റോയ്ച്ചൻ എവിടെ? ദാ ഹലോ, ഞാനും ദോശയാ, പക്ഷെ ഇവിടെ തേങ്ങാ ചമ്മന്തിയാ. അങ്കിത് ആന്റിയാണോ? അല്ല, സാന്റാക്ലോസാ. നായര. മോളെ നീ ഒന്ന് സിസ്റ്ററിന് ഫോൺ കൊടുത്തേ, മമ്മിക്കൊന്ന് സംസാരിക്കണം. ഇപ്പൊ കൊടുക്കാവേ. ഹലോ സിസ്റ്റർ, ഹൗ ആർ യു? ആ, നായർ വാ. വേണ്ട, കയറുന്നില്ല. ഒരു പ്രശ്നമുണ്ട്. കസ്റ്റംസ് ആണോ അതോ വേറെ വല്ല? ആ കസ്റ്റംസ് തന്നെ. കൺസൈൻമെൻറ്റും ചൈന സൈന സാർ, അതാണ് ഒരു കുഴപ്പം. മെഡിക്കൽ ഇൻവോയ്സിലെ കൺസൈൻമെൻറ്റ് മാത്രം ക്ലിയർ ചെയ്താൽ വന്നിരുന്ന ഓർഡർ. ആരുടെ ഓർഡർ? റിട്ടേൺ ഓർഡർ ഒന്നും ഇല്ല സാറേ, ഓറൽ ഇൻസ്ട്രക്ഷനാണ്. ഇപ്പം തന്നെ 10 കണ്ടെയ്നേഴ്സ് കെട്ടിക്കിടക്കുകയാണ്. അത്ര എളുപ്പമല്ല. സേ സംതിങ് പോസിറ്റീവ് നോ നായർ. ഇതിപ്പോൾ റിലീസായാലും വൈശാഖ് വിൽ ഓൾസോ ഇൻ ട്രബിൾ. പുള്ളി പറഞ്ഞിരുന്നു. സാർ ഒരു കാര്യം ചെയ്യും, ഒരു 5 താ, നമുക്ക് ശരിയാക്കാം. ബട്ട് വൈശാഖ് സെറ്റ് 3 അല്ലേ? അത് പോരെ സാറേ, എല്ലാവരും കൊടുക്കേണ്ടത്. થોડા റിസ്ക്. ഇതാണോ ഇതാണോ? ഇതുമല്ല. നോക്ക്, നിനക്ക് ഇത് വേണോ? അത് വേണ്ട. എന്നാൽ കുറച്ച് ഹെയർ ബൺ എടുക്കാം. ഇതൊക്കെ എടുക്കാൻ നീ മറന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതൊന്നും വേണ്ട മമ്മ. പിന്നെ ഇത് ഏതത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണോ? ഇതല്ല മമ്മ, ഹാർട്ട് ഷേപ്പ് മറ്റേ പെട്ടി നോക്കിക്കേ. അതല്ല അതല്ല, എന്റെ അടിയിൽ നോക്ക്, ചെറിയ മുത്ത. ഇതാ ഹാർട്ട്. ഇതല്ലേ? അത് എടുക്കാൻ മറക്കല്ലേ. ഇല്ല. സിസ്റ്ററിനോട് താങ്ക്സ് പറഞ്ഞേക്കണേ. നാളെ വിളിക്കാം. നായർക്ക് എത്ര ദിവസമാണ്? ഇന്നിപ്പം 15. ഒരു 25 റിലീസ് ചെയ്തേക്കാം പോരെ? ആസ് ഇയർലി ആസ് പോസിബിൾ. എന്നാ ഞങ്ങൾക്ക് പൈസ കൊടുത്തോ? 25 റിലീസ് ചെയ്തത്. ഓൾറെഡി ലുക്കിങ്. ഈ കറപ്ഷൻ കൂടി ഇല്ലായിരുന്നു ഗവൺമെന്റ് എന്ന് പറഞ്ഞ സാധനം ഒന്നിനും സമ്മതിക്കാത്ത ഒന്നായി പറയുന്നു.